ഈ വീട് കൺസൾട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. എൻ്റെ പ്രിയപ്പെട്ട രാജീവ് ഏട്ടൻ്റെയും അനുവിൻ്റെയും വീട് 120 വിട്ട് എന്നുള്ളതിന് വിട്ട് 150 വിത്തിലുള്ള ഡോറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ? അഡ്ജസ്റ്റഡ് ആകരുത് എന്നുള്ള എല്ലായിടത്തും ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ വെള്ളം വീഴണം, ഉള്ളിൽ വീഴണം എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നല്ലോ. മേലോട്ട് വെച്ചു, ബാക്കിയെല്ലാം നമ്മൾ താഴെ. യെസ്, എവിടെ നിന്ന് നോക്കിയാലും ഈ വീട്ടിൽ എവിടെ നിന്ന് നോക്കിയാലും കാണണം. നമസ്കാരം. നമ്മുടെ ചാനലിൽ ഹോം ടൂറുകൾ കുറവാണ്, നിങ്ങൾക്കറിയാം. ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടായാലും മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടാണ്. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഈ വീട് കൺസൾട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. എൻ്റെ പ്രിയപ്പെട്ട രാജീവ് ഏട്ടൻ്റെയും അനുവിൻ്റെയും വീട്. മറ്റൊരു പ്രത്യേകത, ഈ വീടിനൊരു പെക്യൂലിയർ ആയിട്ടുള്ളൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഈ വീടിനകത്ത് ചെയ്തിരിക്കുന്ന പുറത്ത് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ വീടിൻ്റെ ഗൃഹനാഥ അനു വളരെ കൃത്യമായിട്ട് എന്താ പറയുക പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് നടപ്പാക്കിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ കോൺടെമ്പററി ഡിസൈൻ വെച്ചിരിക്കുന്നത്. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ വെളിയിൽ നമുക്ക് നോക്കിയാൽ ട്രഡീഷണൽ ആയിട്ട് തോന്നും. അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കോൺടെമ്പററി മിനിമലിസ്റ്റിക് ഡിസൈനിൽ ചെയ്തിരിക്കുന്ന വീട്. വീടിൻ്റെ പേരും വളരെ വ്യത്യസ്തമാണ്, അഷ്ടപതി. ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ അപ്പോൾ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് രാജീവേട്ടനും അനുവുണ്ട്. നമസ്കാരം. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ അങ്ങോട്ട് നോക്കുകയുണ്ട് കേട്ടോ, അതങ്ങനെ പോയിക്കോളും. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഗൃഹനാഥനും ഗൃഹനാഥയും. മകളുണ്ട്, പക്ഷേ ട്യൂഷന് പോയേക്കും അല്ലേ? 10ാം ക്ലാസ് ആയതുകൊണ്ട് ഇനി പിള്ളേരെ നമ്മൾ നിലം തൊടിക്കത്തില്ല. അവിടെ അടുത്ത വർഷം 10ാം ക്ലാസ് ആവും, അന്നേരം നിലം തൊടത്തില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ മുറ്റത്തും തുടങ്ങി. ഇത് എത്ര സെൻറ്റാണ് ടോട്ടല്? 17 സെന്റ്. വീട് എത്ര സ്ക്വയർ ഫീറ്റ് വന്നിരിക്കണേ? 2277. 277 അല്ലേ? ഈ 17 സെന്റിൽ നമ്മൾ കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ച് നമ്മുടെ മുറ്റമൊക്കെ പാകിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കാർ പോർച്ച് വന്നിരിക്കുന്നത് അല്ലേ? കാർ പോർച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്താണോ? സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ആദ്യം നമ്മുടെ പ്ലാനിൽ കാർ പോർച്ച് വീടിനോട് ചേർന്നില്ല. ആദ്യം ചിന്തിച്ചിരുന്ന നമുക്ക് കാർ പോർച്ച് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തൂണ് കെട്ടി ചെയ്യാം. ഇതിനോട് ഇത് തന്നെ തൂണ് കെട്ടി ചെയ്യാവുന്നതാണ്. പിന്നീടാണ് രാജേഷിന്റെ ഒപ്പീനിയനിൽ വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ട്, നമുക്ക് ചെയ്യാം. മറ്റേ തൂണൊക്കെ ആകുമ്പം കുറച്ചുകൂടെ സ്പേസ് കുറയും. അതെ അതെ, ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ ചെയ്യുന്ന രാജേഷനാണ്. ചിറ്റക്കാട്ട് ബിൽഡേഴ്സ്. എങ്ങനെ? ചിറ്റക്കാട്ട് ബിൽഡേഴ്സ്. അദ്ദേഹത്തെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ആള് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അത് പറഞ്ഞോട്ടെ, എന്റെ ബ്രദറാണ്, കസിനാണ് കേട്ടോ. സെറാമിക്കോടെ ഇവിടെ ചെയ്തത് ഒരു ഡബിൾ ഹൈറ്റ് പോലെ ചെയ്ത് സെറാമിക്കോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ എല്ലാ റൂംസിനും ഹൈറ്റ് നമ്മൾ കൂട്ടിയിട്ടുണ്ട് അല്ലേ? ഇതിലിപ്പോ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഈ അരപ്ലേസുകളെല്ലാം ഗ്രാനൈറ്റാ. ഫുള്ള് ഗ്രാനൈറ്റില്ലേ? സ്റ്റെപ്പും ഗ്രാനൈറ്റിലാണ് അല്ലേ? പക്ഷെ അകത്തോട്ട് വന്നപ്പോഴത്തേക്കും ഫുള്ള് പ്ലാങ്സിൽ വന്നു. ടൈലിൽ പ്ലാങ്ക് അല്ലേ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും? വുഡൻ ടൈല് നമ്മൾ അകത്തെ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിന്റെ പ്ലാനിങ് സ്റ്റേജ് തന്നെ നമുക്ക് ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്ക് വേണമെന്നായിരുന്നു. കാരണം റൂഫിന് ഹൈറ്റ് വേണം, നല്ല ഹൈറ്റ് വേണം. പിന്നെ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ പോലെ തന്നെ തോന്നണം, ഫീൽ ചെയ്യണം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. പിന്നെ എന്നാൽ ഇന്നത്തെ സൗകര്യങ്ങളെല്ലാം വേണം, അങ്ങനെ ഒരു രീതിയാണ് ഉദ്ദേശിച്ചത്. അത് നമ്മൾ ശങ്കരിയോട് പറഞ്ഞു. ശങ്കരി ഡിസൈൻ ചെയ്ത് നമ്മുടെ സിസ്റ്റർ-ഇൻ-ലോ ആണ്, ശങ്കരിയാണ് ഡിസൈൻ ചെയ്തത്. റൂമുകളെല്ലാം നല്ല സൈസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 16-13. ഇതൊക്കെ സ്റ്റീൽ വിൻഡോ. അതെനിക്ക് തോന്നുന്നു അവര് തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നല്ലേ ഇവിടെ? ഇതേ വുഡൻ ടെക്സ്ചർ ഫിനിഷ് ചെയ്യാണ്. അതിന്റെ സെയിം എന്താ പറയുക പാറ്റേണിലുള്ള ഡോറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി 120 വിട്ട് എന്നുള്ളതിന് വിട്ട് 150 വിത്തിലുള്ള ഡോറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ? 150 വിത്ത് ഡോറ്. അതിൽ തന്നെ ഏതൊരു വുഡൻ ഡോർ. ഈ ഡോറ് നിങ്ങൾ ഹാപ്പിയാണ്? ഡെഫിനറ്റ്ലി. സ്റ്റീൽ ഡോർ ആയതുകൊണ്ട് ചോദിക്കാം. ഇങ്ങനെയുള്ള വീട്ടില് ഈ ഒരു ലുക്കിൽ വരുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചല്ല. നമുക്ക് ഒന്നാമത്തെ നമ്മുടെ ഡോറിന്റെ ലുക്ക് മാത്രമല്ല, നമുക്ക് ഈ ഒരു തടിയുടെ ഫീല് തരുന്നുണ്ട്. നമ്മൾ തുറക്കുമ്പോഴാണ് സൗണ്ട് ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ, നമുക്ക് സീരിയസ്ലി സംശയം വേണ്ട കാര്യത്തില്. ഇപ്പൊ സിറ്റ് ഔട്ടിൽ നമ്മളിപ്പോ കയറി വന്ന ആ ഉമ്മറം കൂടാതെ ഇങ്ങനെ ഒരു കോറിഡോറൂടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ പാറ്റേണും അന്ന് നമ്മൾ എന്താ പറയുക നന്നായി. കാര്യം എന്താ വെച്ചാൽ സ്പേസ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പ്ലാങ്ക് പാറ്റേണുകൾ വിത്ത് ബ്ലാക്ക് എപ്പോക്സിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തോട്ട് കയറിയാലോ? അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് 150 2 ടൺ ആണ് ഹൈറ്റ് വരിക. നമ്മുടെ ഈട്ടി റോസ് വുഡ് കളറിലാണ് വന്നിരിക്കുന്നത്.
രണ്ടും ഈ 50-50, അതായത് നോർമൽ സെൻട്രൽ ഓപ്പൺ ഡോറായിട്ട് കൊടുത്തിരിക്കുന്നു. രണ്ട് സൈഡിലും നമ്മുടെ ബാർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. അത് SS-ൻ്റെ ബാർ ഹാൻഡിൽസ് ആണ് ചെയ്തിരിക്കുന്നത്. നോബാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്പെക്ക്. അപ്പോൾ നമുക്ക് തുറന്നകത്തത് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തോ ചേട്ടാ, അതോ നമ്മൾ ഈ സൈസിനനുസരിച്ച് വാങ്ങിച്ചോ? നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് വിത്ത് സെൻറ്റർ ടേബിൾ അടക്കം. അല്ല, ഇത് സെന്റർ ടേബിൾ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചാണ്. ഇത് മാത്രം കസ്റ്റമൈസ് ചെയ്തെടുത്താണ് അല്ലേ? ഒരു എന്താ പറയുന്ന ഒരു വൈറ്റ്, അതായത് ഈ ടൈലിൻ്റെ കളറിനെ മാച്ച് ചെയ്തിട്ടാണ് ഈ സാധനം നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ടൈല് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കാർവിംഗ് സീരീസ് ആണ്. 6x4 ആണ്. എപ്പോക്സി ബ്ലാക്ക് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ബേജ് കളറ്. ഇതിൻ്റെ ബ്രാൻഡ് ഓർമ്മയുണ്ടോ? ജോൺസൺ തന്നെയാണല്ലേ? ആ സ്പെക്ക് മാത്രം ഓർമ്മയില്ല, ബാക്കി ബ്രാൻഡ് ജോൺസൺ ആണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു പാർട്ടീഷനാണ്. ഇതെല്ലാം നമ്മൾ PVC ബോർഡിലല്ലേ പോയിരിക്കുന്നത്? മൾട്ടിവുഡ്, തോംസന്റെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഫുള്ള് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മുടെ പിന്നെ കോൺട്രാക്ടറിന്റെ തന്നെ ഒരു വർക്കറാണ് പുള്ളി. നമ്മളൊരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തു, അതിനനുസരിച്ച് പുള്ളി ചെയ്ത. അതായത് ഇന്റീരിയർ ഫേമുകൾക്കൊന്നും കൊടുക്കാതെ നമ്മൾ അല്ലാതെ ചെയ്യുക. അല്ലാതെ നമ്മുടെ മനസ്സിൽ നമ്മൾ കുറച്ച് ഫേംസിന് കൊടുത്തിരുന്നു. ഓക്കെ, പക്ഷെ പലപ്പോഴും ഭയങ്കര ക്രൗഡഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എപ്പോഴും വൈഡ് ഓപ്പൺ ആയിട്ട് സിമ്പിൾ ആയിരിക്കണം, ഏറ്റവും മിനിമം ആയിരിക്കണം. അതായത് ഞങ്ങളുടെ ആദ്യം തൊട്ടുള്ള കൺസെപ്റ്റ് വളരെ മിനിമം ആയിട്ട് ഇന്റീരിയർ വേണം. കൺജസ്റ്റഡ് ആവരുത്, മിനിമൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ അത് തീരെ പാടയൊന്നും ഇല്ലാതാവുകയും ചെയ്യരുത്. ആ രീതിയിലാണ് നമ്മൾ ചെയ്തത് അല്ലേ? ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക TV യൂണിറ്റ് വന്നിരിക്കുന്നത്. സെയിം നമ്മളവിടെ ആ ഒരു ഇതിൻ്റെ കളർ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്നു. നമ്മുടെ WPC തന്നെയാണ് ഇവിടെ, WPC അല്ല, മൾട്ടിവുഡ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് അല്ലേ? കൺജസ്റ്റഡ് ആകരുത് എന്നുള്ള എല്ലായിടത്തും ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പലയിടത്തും നമ്മൾ കണ്ടിരിക്കുന്ന ഡൈനിങ് ഏരിയ ഭയങ്കര കൺജസ്റ്റഡ് ആയി. ഇപ്പൊ നമുക്കൊരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. തീർച്ചയായും. അപ്പം നമ്മൾ അത് കണക്കൂട്ടിയാണ് ആദ്യം തൊട്ടേ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത്. ക്രൗഡഡ് ഒരു 10-15 പേര് അന്ന് ഹൗസ് വാമിംഗ് ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. അത്രയും പേര് നിന്നിട്ടും നമ്മുടെ വീട്ടിനകത്തൊരു കൺജഷൻ തോന്നിയിട്ടില്ല. സ്പേസ് ആണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അന്ന് നല്ല മഴയുള്ള സമയം. അതെ അതെ. ഇതൊരു റീഡിംഗ് കോർണർ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ഓക്കെ. ഇത് ശരിക്കും ഒരു 1 സ്റ്റെപ്പ് താഴ്ത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു 30 സെന്റിമീറ്റർ 30 അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ താഴ്ത്തിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അജയ്, ഇതിന്റെ കൺസെപ്റ്റ് എന്താ? ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഓപ്പൺ ആയിരുന്നേ. ഓപ്പൺ, വെള്ളം മഴ പെയ്യുമ്പോൾ വെള്ളം വീഴണം, ഉള്ളിൽ വീഴണം എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നീട് നമുക്കത് തോന്നി, ഈ പ്രാണി, കൊതുക് ഇതൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, മേളിൽ അതിനൊരു ഗ്ലാസ് കൊടുത്തു. ആക്സസബിൾ അല്ലേ അത്? നമുക്ക് ചെന്ന് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്സസബിൾ അല്ലേ? നമുക്ക് സൈഡിൽ കൂടെ സ്റ്റെയർ ഉണ്ട്, വാഷ് ചെയ്യാം. ചെറു പ്രാണികൾ ഇഷ്ടം അല്ലേ തന്നെ ഉണ്ട്. ഈ റബ്ബറിന്റെ ഒക്കെ സൈഡിലുള്ള വീടുകൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഈ പാടം വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇൻസെക്ട്സ് അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് വരും എന്നുള്ളതാണ് കാര്യം. ഇത് ലൈറ്റ് കാണുമ്പോഴത്തേക്ക് അട്രാക്റ്റഡ് ആകുമല്ലോ. ഇവിടുത്തെ എന്താ പറയുക, ഒരു പൂജാ റൂം നമ്മളന്ന് പറഞ്ഞ 2 കോൺട്രാസ്റ്റ് ആയിരുന്നു. ഒരു വശത്ത് വാഷിങ്, ഒരു വശത്ത് പൂജ. ഇവിടെയാണല്ലേ പൂജാ റൂം വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞത്, ശങ്കരിയോട് പറഞ്ഞത്, എനിക്ക് പൂജാ റൂം ഡോറ് വേണ്ട, കൂട്ടത്തിൽ എവിടെ നിന്ന് നോക്കിയാലും, ഈ വീട്ടിൽ എവിടെ നിന്ന് നോക്കിയാലും കാണണം. അതേസമയം പൂജ റൂമാണ് എന്ന് വെച്ചാൽ പൂജ വാളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏരിയ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ നല്ല നെയ്യില് ചെയ്തിരിക്കുന്ന പോലെ തോന്നുന്നു. ഇത് ഭയങ്കര യാദൃശ്യമായിട്ട് കിട്ടിയ ഒരു സാധനമാണ്. നമ്മൾ ഗുരുവായൂർ പോയത്. അങ്ങനെ വാങ്ങിച്ചതാ? ഉണ്ടായിരുന്നല്ല? ഇത് ആര് ചെയ്താ? ഇത് ജിനീഷ് ഫ്രം കണ്ണൂർ. ജിനീഷ്. ഓക്കെ. സീലിംഗ് എല്ലാം ഫോൾ സീലിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങിയതാ ചേട്ടാ? അത് നേരത്തെ ഉണ്ടായിരുന്നു? ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഫർണിച്ചർ മെയിൻറ്റെയിൻ ചെയ്തതാണ് അല്ലേ? മെയിൻറ്റെയിൻ ചെയ്തതാണ്. പക്ഷെ പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. എനിക്കത് കണ്ടുപരിചയമുള്ളതുകൊണ്ട് മാത്രം ചോദിച്ചാണ്. അല്ലെ പെട്ടെന്ന് നമുക്ക് കണക്ട് ആവത്തില്ല. അത് നമ്മൾ വാങ്ങിയതോ നേരത്തെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉള്ള 19 വർഷം പഴക്കമുള്ള. എത്ര? 19 വർഷം പഴക്കമുള്ള. അതെ. അപ്പൊ നമ്മളിത് ശരിക്കും ഒരു പാരമ്പര്യ സ്വത്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ, അതായത് ഒരു ഭിത്തി കൃത്യമായിട്ട് നമ്മൾ പൂജ മോള് ചെയ്തപ്പോൾ, അല്ലെ പൂജ റൂമായിട്ട് ചെയ്തപ്പോൾ അടുത്ത ഭിത്തി കൃത്യമായിട്ട് നമ്മൾ വാഷിംഗ് ഏരിയ ആക്കി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഫുൾ ടൈലല്ലേ ഇവർ പോയിരിക്കുന്നത്? 6x4 ഫ്ലൂട്ടഡ് ടൈൽസ്. അതെ, ഫ്ലൂട്ടഡ് ആണ്. ഫ്ലൂട്ടഡ് ടൈൽസ് ആണ്. പിന്നെ നമ്മുടെ വന്നിരിക്കുന്നത് താഴെയൊക്കെ വന്നിരിക്കുന്നത് മൾട്ടിവുഡ് തന്നെ. ഇതിലെല്ലാം CNC ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ആർക്കി ഡ്രൈവ് ചെയ്തിട്ട് മൾട്ടിവുഡിൽ തന്നെ നമ്മൾ ആ ഒരേ കളറ് അവർ വരച്ച് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിലോട്ടാണ് വന്നിരിക്കുന്നത്. 12 സൈസാണ് കിച്ചൺ സൈസ്. ഇതിൽ
ആശങ്കകളും സൊല്യൂഷൻസും എങ്ങനെയായിരുന്നു? ആശങ്കകൾ മെയിനായിട്ട് എനിക്ക് ഇതിന്റെ ഹൈറ്റ് ആദ്യം ഒരു പ്രശ്നമായിരുന്നു. ആദ്യം നമ്മൾ ഇട്ടപ്പോൾ എനിക്ക് ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞായിട്ട് തോന്നി. ഓക്കെ, അനുവിനൊരു 167 163 ഇൻ ബിറ്റ്വീൻ ഇല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത്. പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ ആദ്യം ഇട്ടതിന്റെ ഒരു ഇതൂടെ മൾട്ടിവുഡിന്റെ ഒരു ഇതൂടെ അടിച്ച് ലെയർ ചെയ്തിട്ടാണ്. ഇത് ഫുൾ ബോഡി ടൈലായിട്ട്. ഫുൾ ബോഡി ടൈൽ, അതായത് ഫുൾ ബോഡി ടൈൽ സാൻഡ്വിച്ചിലാണ് ചെയ്തിരിക്കുന്നത്. അത് 45 ഇഞ്ച് സാൻഡ്വിച്ചിന് ചെയ്യാൻ നമ്മളിവിടെ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഫ്രാങ്കയുടെ സിങ്ക് കൊണ്ടുവന്നിരിക്കുന്നു. ബാക്കി ആക്സസറീസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടോന്നേ? അതോ എല്ലാം കൊടുത്തിട്ടുണ്ട്? അത് അപ്പ് ആൻഡ് ഡൗൺ ആക്സസറീസും പിന്നെ അതുപോലെ തന്നെ ലോഫ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ? ഫുള്ള് ലോഫ്റ്റ് ആണ്. കിച്ചണിലാണ് എപ്പോഴും പാത്രങ്ങളും എല്ലാം അടുക്കി പെറുക്കി യൂസ് ചെയ്യാത്തത്. അത് ഭയങ്കര ഉപകാരമായി. പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ അതെ അതെ. അപ്പൊ അതെല്ലാം നമ്മൾ കൂടുതലും മേലോട്ട് വെച്ചു. ബാക്കിയെല്ലാം നമ്മള് താഴെ. യെസ്, അതായത് അത്യാവശ്യം ഇനിയിപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടും എല്ലാ ദിവസവും പരിപാടി നടക്കുന്നത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. അരുവതപ്പെട്ട ആക്സറീസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഈവൻ ഇവിടെ നമ്മൾ കട്ട്ലറി യൂണിറ്റ് മീൻസ് വയർഡ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. പുള്ളൗട്ട് യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാസ്ക്കറ്റുകൾ ചെയ്തിട്ടുണ്ട്, GTPT ചെയ്തിട്ടുണ്ട്. അത് വിത്ത് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എല്ലാ ഐറ്റംസും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതൊരു നല്ല ഡിസിഷനായി എന്ന് പിന്നീട് എപ്പോഴേലും തോന്നിയോ ഈ ഫ്രിഡ്ജിനകത്തോട്ട് ചെയ്ത്? പലപ്പോഴും പലരും ഇത് എന്തിനാണെന്ന് ചോദിക്കലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത് വേറെ ആരെങ്കിലും, അതായത് ഒരു ഇതിൽ വയ്ക്കുമ്പോൾ അതിനകത്തൊന്നും ചാരി നിൽക്കുന്നതൊക്കെ നമുക്ക് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ അതിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്യുന്നത്. ലുക്ക് വൈസും കുറച്ച് നല്ലതാണ്. ഇതൊരു വുഡൻ ബ്ലാക്ക് കോമ്പിനേഷൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? യെസ്, വുഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഫുള്ള് ചെയ്തിരിക്കുന്നത് മൈക്ക, അതായത് നമ്മുടെ എന്താ പറയുക മൾട്ടിവുഡ് വിത്ത് മൈക്കയാണ് വന്നിരിക്കുന്നത്. ഒരു വർക്കിംഗ് ഏരിയയും കൂടെ ഉണ്ടല്ലേ? യെസ്, ഇവിടെയാണ് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. അതും ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹൈറ്റ് കൂടുതൽ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. അത് അവിടെ വന്നപ്പോഴേ ആ ഒരു ലൈറ്റിൻ്റെ വെളിയിൽ നിന്നുള്ള ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, മീൻസ് അകത്തുനിന്നുള്ള ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അവിടെ വാഷിംഗ് ഇതുമൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? നമുക്ക് ബാക്കിയുള്ള വാഷിംഗ് യൂണിറ്റും ഒക്കെ അവിടെ ചെയ്തിരിക്കുന്നു. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? അതായത് 16-13 സൈസിലുള്ള മാസ്റ്റർ ബെഡ്റൂം. ഇതും ചെയ്തിരിക്കുന്ന മൾട്ടിവുഡിൽ തന്നെയല്ലേ രാജേട്ടാ? 2 സൈഡിലും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ എനിക്ക് തോന്നുന്നു നമുക്കിവിടെ ഒരു വാർഡ്രോബും വന്നിട്ടുണ്ടല്ലേ? ഇത് ഫുള്ളൊരു വർക്കിംഗ് യൂണിറ്റ് പോലെ, അങ്ങനെ ഒരു ആർക്കി ഡ്രൈവ് പോലെ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കൺസ്ട്രക്ഷൻ ചെയ്തതോ അതോ ഇന്റീരിയർ? ഇന്റീരിയർ വന്നപ്പോൾ ചെയ്തതാണ് അല്ലേ? പെയിന്റ് ചെയ്ത് പോയിരിക്കുന്നല്ലേ അവര്? ഇത് ലാമിനേറ്റ് ആണ്, പക്ഷെ ഫുള്ള് ലാമിനേറ്റ് ആയിരിക്കുന്നത്. ഈ റൂമിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ പറഞ്ഞത് തന്നെയാണ്, ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിലും റൂം ഹൈറ്റ് 14 തന്നെയാണ് റൂം ഹൈറ്റ് വന്നിരിക്കുന്നത്. വെളിയിലോട്ട് നമ്മൾ ഗ്ലാസ് ഏരിയാസ് എലവേഷന് വന്ന സാധനം ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ റൂമില് നമുക്ക് ലൈറ്റ് വേണ്ട. ലൈറ്റിന്റെ ആവശ്യമില്ല. മാത്രമല്ല നിങ്ങളുടെ ടൈലും ഡാർക്ക് അല്ലല്ലോ, ലൈറ്റ് ടൈലായതുകൊണ്ട് ലൈറ്റിനെ എപ്പോഴും എൻഹാൻസ് ചെയ്യാൻ പറ്റിയ ടൈലുകളാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് റൂം അല്ലേ? ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ FRP ഡോർ അല്ലേ? FRP ഡോറ് ഡ്രൈവറ്റ് ഏരിയ തിരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ബാത്റൂം സൈസ് വന്നിരിക്കുന്നത് 270 180 ആണോ? എന്തായാലും സ്റ്റാൻഡേർഡ് അല്ല, 270 180. കാര്യം നമ്മളത് ചെറുതാണെന്നൊന്ന് ഫീൽ ചെയ്തിട്ട് വലുതാക്കിയതായിരുന്നു ഈ പറഞ്ഞ ബാത്റൂമുകളെല്ലാം തന്നെ. സോ 270 180 ഈ പറഞ്ഞ പോലെ നമ്മൾ ഡ്രൈവറ്റ് ഏരിയ തിരിച്ച് ചെയ്തിരിക്കുന്നു അല്ലേ? അപ്പോൾ അതാ ഇവിടുന്ന് തുടങ്ങാം. ഇത് ശരിക്കും നമ്മുടെ ELCV മറച്ചേക്കാണോ? എല്ലാ വീട്ടിലും ഇതുപോലെ ഒരു സ്ഥലം ELCV മറയ്ക്കുന്നുണ്ടാവും, അതുകൊണ്ട് ELCV ചോദിച്ചിട്ടുള്ളൂ. ഇത് കല്യാണ ഫോട്ടോ, ഇത് അല്ലാതെ എടുത്ത ഫോട്ടോ അല്ലേ? ഓക്കെ. ഇത് മകളുടെ ബെഡാണ്. അതും നമ്മുടെ കിങ് സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, മൾട്ടിവുഡിൽ തന്നെ ചെയ്തിരിക്കുന്നു അല്ലേ? ഒരു സൈഡിലാണ് സൈഡ് ടേബിൾ പോയിട്ടുള്ളൂ. ഇത് പഠിക്കാനും ഒക്കെയുള്ള സെറ്റ് ചെയ്തിരിക്കുന്നതാണോ? യെസ്, ബുക്ക് വയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള സംഗതി ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് മൾട്ടിവുഡിൽ തന്നെയാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അല്ലാതെ ലുവർ പാനൽസ് ഒന്നും കൊണ്ട് ചെയ്തിരിക്കുന്നതല്ല. അവർ സൈറ്റിലിട്ട് വർക്ക് ചെയ്ത് അതിനുശേഷം ഇതെനിക്കൊന്ന് പെയിൻറ് ചെയ്തിരിക്കുന്നത്, പെയിൻറ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ അപ്പുറം കാണിച്ച പോലെ തന്നെ 5 ഡോറിൻ്റെ വാർഡ്രോബും കൊടുത്തിരിക്കുന്നു. തുണി എല്ലാം ഉള്ളത് കാരണം ഞാൻ തുറക്കുന്നില്ല. ഹൈറ്റ് നമ്മൾ അപ്പുറം പറഞ്ഞ പോലെ 40 ഹൈറ്റിലല്ലേ ചെയ്തിരിക്കുന്നത്?
യെസ് ദാ പിന്നെ ഇവിടെ ഒരു യൂസ്ഡ് ക്ലോത്ത് ഏരിയ കൊടുത്തിട്ടുണ്ട് വാർഡ്രോബിൽ. എല്ലാ വാർഡ്രോബിന്റെ സൈഡിൽ. ഓക്കെ. അതായത് വെളിയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മാറി ഇടാനായിട്ട് അത് പുറത്തിടാതിരിക്കാൻ ഉള്ളിലിടുന്നു എന്നുള്ള കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ കബോർഡിനും ഉണ്ട്. യെസ്, ഇത് തുറന്നു കഴിഞ്ഞാൽ അതൊരു ഗ്ലാസ് ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് നമുക്ക് വേണം ചെയ്യാം അല്ലേ, ഫുൾ ഇരുന്ന് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഇവിടെ ഡ്രസ്സിംഗ് റൂം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ദാ ഇത് അമ്മയുടെ റൂമാണ് അല്ലേ, പക്ഷെ ഇവിടെ എന്താ പറയുക ടെക്നിക്കൽ ഗാഡ്ജറ്റുകളൊക്കെ ഞങ്ങൾ ഇരിക്കണേ ഞാനിപ്പോ ഒരു 3 മാസമായിട്ട് ഇവിടെയാണ്. അയണിങ് സ്റ്റാൻഡ്, കസ്റ്റമൈസ്ഡ് അയണിങ് സ്റ്റാൻഡ് കേട്ടോ. ഓക്കെ, ഡബിൾ തിക്നെസ് ആ ചെയ്തിരിക്കണം പക്ഷെ അവര്. യെസ്, ഇത് നമ്മള് ഇത് നിങ്ങൾക്ക് ഇപ്പൊ നല്ല ഗുണപ്പെട്ടു അല്ലേ. ഞാൻ പാടുപെടുമായിരുന്നു, അല്ലെങ്കിൽ എന്തോ ചെയ്യും. കാരണം നമുക്ക് 2 എക്സ്ട്രാ മോണിറ്റർ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഒരു വർക്ക് നേച്ചർ അങ്ങനെ. അതെ. അപ്പോ ഒരു ലാപ്ടോപ്പും പിന്നെ 2 മോണിറ്റർ വെക്കാനായി ആദ്യം നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ വെച്ചു. അവിടെ ഈ മോണിറ്റർ വെക്കാനുള്ള കൺജഷൻ കാരണം അവിടെ പിന്നെ അദ്ദേഹത്തിന്റെ ഐഡിയ ഇങ്ങോട്ട് സെറ്റ് ചെയ്തു, അത് ഗുണപ്പെട്ടു അല്ലേ. വേറൊരു കാര്യമുണ്ട്, വീടിന്റെ മെജോറിറ്റി ഡിസൈനും പ്ലാനിങ്ങും ഒക്കെ ഇതാണ്. പിന്നെ കറക്ഷൻസ് പിന്നെ എന്റെ ഒരു നേരത്തെ ഉള്ള എക്സ്പീരിയൻസിലൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്റെ കോൺട്രിബ്യൂഷൻ. പ്ലാനിങ് സ്റ്റേജ് തൊട്ട് എല്ലാം പുള്ളിക്കാരുടെ. അതെ. ഇവിടെയാണ് ഡ്രസ്സിങ് കൊടുത്തിരിക്കുന്നത് അല്ലേ, ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ഡ്രസ്സിങ് ഇവിടെ നമ്മൾ അമ്മയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. പിന്നെ പാരന്റ് റൂം ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഇപ്പം നമ്മള് മമ്മിയുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളും ആ ഒരു ഇതിലോട്ട് പോവാണ്. അപ്പൊ നമുക്ക് അതും കണ്ടുകൊണ്ടാണ് പാരന്റ് റൂമായിട്ട് നമുക്ക് എല്ലാം ഈസി ആയിട്ട് പോകാൻ പറ്റണം. ബാത്റൂമിൽ പോകാൻ പറ്റണം. ബാത്റൂമിൽ ഇപ്പം രാജി നേരത്തെ കണ്ട പോലെ നമ്മൾ ഗ്ലാസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ബാത്റൂമിന് നമ്മൾ ഗ്ലാസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് നമുക്കൊന്ന് സെപ്പറേഷൻ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു തോന്നുന്നു ഹാൻഡിൽ അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചെണീക്കാനോ ഒക്കെ നമ്മുടെ ഒരു കംഫർട്ട്. നമ്മുടെ മറ്റുള്ള ബാത്റൂമിലെല്ലാം ഗ്ലാസ് സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഇട്ടിരിക്കുന്ന ടൈലിലും ഗ്രിപ്പ് കൂട്ടിയിട്ടിരിക്കുന്ന ടൈലല്ലേ. യെസ്, ഗ്രിപ്പ് കൂടിയ ടൈലാണ് ഇവിടെ. അതായത് ടു ബി ഫ്രാങ്ക് കരിങ്കല്ല് പോലെ നമുക്ക് ചവിട്ടിയാൽ ഫീൽ ചെയ്യുന്ന രീതിക്കുള്ള ആ ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം അല്ലേ. ഇതുവരെയുള്ള വാർഡ്രോബുകളിലെല്ലാം ഡ്രസ്സ് ഇരിക്കുന്നു. ഇത് മറ്റേ ഇതിനകത്ത് പറഞ്ഞ പോലെ നമ്മുടെ തുണിക്കടയിൽ ഇത്രയും സാരി കാണുമോ എന്നുള്ള ആലോചിക്കേണ്ടി വരുമല്ലോ. ഇതിനകത്തുള്ള തുറന്നാ മൊത്തമായോന്ന് ഇതാ. അതായത് നോർമൽ ഹൈറ്റിൽ നിന്ന് 8 feet ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. യെസ്, 8 feet പ്ലസ് ലോഫ്റ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുണ്ട്. നമ്മുടെ മൾട്ടിവുഡ് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും. എല്ലാ വാർഡ്രോബിനും നമ്മൾ ഇതുപോലെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ബോക്സ് വലുത് നല്ല നീളത്തിലും രീതിയിലുമാണ് നമ്മൾ ഇത്. എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ അടുക്കി ശരി. ലേഡീസ് ഒക്കെ ആകുമ്പോൾ അവരുടെ ഡ്രസ്സുകൾ കുറച്ചുകൂടെ നമുക്ക് സാരിയൊക്കെ ഇങ്ങനെ വെക്കാമെങ്കിൽ മറ്റുള്ള ഡ്രസ്സുകളൊക്കെ കുറച്ചുകൂടെ ഈസി കംഫർട്ടായിട്ട് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ 3 ഡ്രോ എല്ലാ റൂമിലും സെറ്റ് ചെയ്ത്. ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ടറെ കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാര്യം നമ്മൾ ഐഡിയാസ് പറയുമ്പോൾ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് അവരുടെ ഇഷ്ടമല്ല എന്നുള്ളതൊന്നും അറിയേണ്ട കാര്യമില്ല. അവരത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. സോ അത് ചെയ്ത രാജേഷേട്ടനൊപ്പം നമുക്കൊന്നിരുന്ന് ഇത് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ എന്താ പറയുന്ന ടീം അങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. കാര്യം രാജേഷേട്ടൻ ഞങ്ങളുടെ ഒപ്പമുണ്ട്. രാജേഷേട്ടാ നമസ്കാരം. ആദ്യം തന്നെ പറഞ്ഞേട്ടെ, എവിടെയാണ് നമ്മുടെ സ്ഥാപനം? ശരിക്കും വള്ളികുന്ന്, അതായത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണ്. വള്ളികുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്. വള്ളികുന്നാണ് നമ്മുടെ ഓഫീസ്. എല്ലാവിടെ തന്നെയാണ് വർക്ക്. പക്ഷേ എവിടെയൊക്കെ എല്ലായിടും ഉണ്ട്. അതായത് എറണാകുളം തൊട്ട് ഏകദേശം ട്രിവാൻഡ്രം വരെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്തോട്ട് വന്നാൽ തിരുവല്ല, ഈ പറഞ്ഞോട്ട് കോന്നി എല്ലാം ഉണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പറഞ്ഞല്ലോ കസിനാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊടുത്തതാണോ അല്ല വർക്ക് നല്ലോണം ചെയ്യുമെന്നുള്ള വിശ്വാസം കൊണ്ട് കൊടുത്താണ്? കസിനാന്നുള്ളതുകൊണ്ട് നമുക്ക് ട്രസ്റ്റിന്റെ ഒരു വലിയൊരു കാര്യമാണ്. ഓക്കെ, വിശ്വസിച്ചേൽപ്പിക്കാന്നുള്ള കാര്യമുണ്ട്. പിന്നെ ഞാൻ വർക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. നമുക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ എന്തായാലും എത്ര റിലേറ്റീവ് ആണെങ്കിലും നമ്മൾ കൊടുക്കില്ലല്ലോ. വർക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് വളരെ വിശ്വാസമാണ്. അത് ഒരു മാറ്ററാണ്. അത് കാരണം കൊടുത്ത് രാജേഷ് ഒന്നിനും കോംപ്രമൈസ് ചെയ്യത്തില്ല. ഒരിടത്തും കോംപ്രമൈസ്.
ഞങ്ങളും കുറച്ചൊക്കെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ. ചെയ്യാമെന്ന് വിചാരിക്കുന്നിടത്ത് പോലും രാജേഷ് പറയും അത് അങ്ങനെ പോട്ടെ എന്ന് പറയും. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളാണ്. അതാണ് നമുക്ക് എപ്പോഴും ഈ വീടിന്റെ ടോട്ടൽ ഔട്ട്ലുക്കിൽ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ഏകദേശം ഞാൻ ഇപ്പോൾ നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വീട് വളരെ ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞൊരു വീടാണ്. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. കാര്യം നമ്മുടെ പണികൾക്കൊന്നും എനിക്ക് തോന്നുന്നു തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിനകത്ത് തീർന്നില്ല. ഏറ്റവും ഇതായിട്ടുള്ളൊരു സംഗതി, ഒറ്റ ചോദ്യം ഒരു കസ്റ്റമർ അടുത്ത് ചോദിക്കാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഒരു വർഷം ആവാറാവുന്നല്ലോ, എങ്ങനെയുണ്ട്? ഹാപ്പിയാണല്ലേ? ആണെങ്കിലേ ഉള്ളൂ. ഒരു വീട് വെക്കുന്നവരോട് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും? നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ വീടിന് വീട് പണിക്ക് ഇറങ്ങാവും. കാരണം നമ്മൾ എത്ര നല്ല റിലേറ്റീവ് അല്ലെങ്കിൽ എത്ര നല്ല കോൺട്രാക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു ഔട്ട്കം, നമ്മുടെ ഒരു മനസ്സിലൊരു ഔട്ട്കം വേണമെങ്കിൽ നമുക്ക് അതിനൊരു മിനിമം അറിവുണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 50% നോളജ്. അല്ലെങ്കിൽ അവരുടെ രീതിയിലുള്ള ഒരു വീടായിരിക്കും പണിത് വരുന്നത്. തീർച്ചയായിട്ടും പറഞ്ഞ കറക്റ്റ് കാര്യമാണ് എന്ന് പറയാൻ കാരണം ഇപ്പൊ അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അതുപോലെ ചെയ്യണം. നമ്മൾ ഇഷ്ടം ചെയ്ത് വെച്ചാൽ അത് കറക്റ്റ് ആവത്തില്ല. ഒരു വീട് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ ആഗ്രഹിക്കുക എന്ന് മഹാന്മാർ പറയും. സോ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. അതിവിടെ വന്ന് കാണിക്കാൻ സാധിച്ചു എനിക്ക് സന്തോഷം. രാജേഷേട്ടാ ഇനിയും കാണാൻ സാധിക്കും. രാജേട്ടാ ഹാപ്പി ജേർണി. കുറച്ചാളുണ്ടായിരുന്നല്ലേ ഇവിടെ? 3 മാസം ഉണ്ടായിരുന്നല്ലേ? യെസ്. അപ്പോൾ ഇനി ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ സാധിക്കട്ടെ. എങ്ങനെയാണ്? ഏതൊരു വീടും ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു വീട് ചെയ്യുക എന്നതിലുപരി അതെങ്ങനെ ചെയ്യുക, ഏത് രീതിയിൽ ചെയ്യുക, ആരെക്കൊണ്ട് ചെയ്യുക ഒക്കെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു ടാഗ് ലൈൻ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്തല്ല അകത്താണ് ലൈഫ് ഇരിക്കുന്നത്. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ NTV.